നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. മേഖലയിൽ പരക്കെ നാശനഷ്ടം. മരങ്ങൾ വീണ് വീടുകൾ തകർന്നു. കൃഷിയിടങ്ങളിൽ നാശനഷ്ടം. കുന്നംകുളത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു. വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. പ്രാദേശിക ചാനലുകളുടെ സ്വതന്ത്ര നിലപാടുകളാണ് ജനാധിപത്യത്തിന് ഏറ്റവും പ്രധാനമെന്ന് ഡോക്ടർ TM തോമസ് ഐസക്. കുന്നംകുളം പ്രസ് ക്ലബിന്റെ മികച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കുള്ള സംസ്ഥാന പുരസ്കാര വിതരണം തോമസ് ഐസക് നിർവഹിച്ചു. കടങ്ങോട് കൈക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട ഗുഡ്സ് വാഹനമിടിച്ച് ചായക്കട തകർന്നു. കടങ്ങോട് പൂവത്തിങ്കൽ സുജാതയുടെ ചായക്കടയാണ് തകർന്നത്. ജനവിരുദ്ധമായ പ്രവർത്തനത്തിന്റെ രക്തസാക്ഷിയാണ് അണ്ടത്തോട് പെരിയമ്പലം ബീച്ചെന്ന് NK അക്ബർ MLA. രാഷ്ട്രീയ വിരോധം ജനങ്ങളോടുള്ള വിരോധമായി മാറരുത്. കടലേറ്റം രൂക്ഷമായ അണ്ടത്തോട് പെരിയമ്പലം ബീച്ച് MLA സന്ദർശിച്ചു. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ അടുത്ത 5 ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരാനാണ് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതകൾ കണക്കിലെടുത്ത് അതീവ ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുള്ള പുഴകളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം, കണ്ണൂർ ജില്ലയിലെ പെരുമ്പ, മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ, കാസർഗോഡ് ജില്ലയിലെ ഉപ്പള, വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ അലർട്ടും നിലനിൽക്കുന്നുണ്ട്. പുഴയോട് ചേർന്ന് താമസിക്കുന്ന പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴയിലും കാറ്റിലും വേലൂർ പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. നിരവധി മരങ്ങൾ കടപുഴകി വീണു. വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചു. 12-ാം വാർഡിൽ വീടിനു മുകളിൽ തെങ്ങ് വീണ് വീട് തകർന്നു. കിഴക്കേപ്പേരയിൽ ആരതിയുടെ വീടാണ് തകർന്നത്. സംഭവസമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. വാർഡ് മെമ്പർ CD സൈമൺ സ്ഥലം സന്ദർശിച്ച് നടപടി സ്വീകരിച്ചു. വെങ്ങിലശ്ശേരി തട്ടാൻ അർജുനന്റെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെയും ബൈക്കിന്റെയും മുകളിലേക്ക് മാവ് വീണു. വാഹനങ്ങൾ ഭാഗികമായി തകർന്നു. മരം വീണ് ആളൂർ ആറ്റത്ര ജോസിന്റെ വീടിന്റെ മേൽക്കൂരയും തെങ്ങ് വീണ് തിരുത്തിയിൽ വിജയകുമാറിന്റെ തൊഴുത്തും തകർന്നു. വിവിധ മേഖലകളിൽ 100-ലധികം മരങ്ങളാണ് കടപുഴകി വീണത്. സർ രാമോർമ ഹയർ സെക്കൻഡറി സ്കൂളിലെ വൻ മരം കടപുഴകി. നാശനഷ്ടങ്ങളില്ല. വേലൂർ പഞ്ചായത്തിന് പുറകുവശത്ത് ലൈഫ് പദ്ധതിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിനു മുകളിൽ പനകൾ കടപുഴകി വീണു. 16-ാം വാർഡിൽ കീഴ്ത്തണ്ടിലം വടക്കത്ത് സുബ്രഹ്മണ്യന്റെ വീടിനു മുകളിലേക്ക് മരം വീണു. ശബ്ദം കേട്ട് വീട്ടിലുള്ളിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന്റെ മേൽക്കൂരയിലെ ഓടുകൾ തകർന്നു. മരം വീണ് നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി മേഖലയിൽ വ്യാപക നാശനഷ്ടം. എരുമപ്പെട്ടി, ശങ്കരൻകാവ്, കുണ്ടന്നൂർ, നെല്ലുവായ്, കാഞ്ഞിരക്കോട്, മങ്ങാട് എന്നിവിടങ്ങളിൽ മരങ്ങൾ കടപുഴകിയും പൊട്ടിയും വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടുകയും വൈദ്യുതി ബന്ധം തകരാറിലാകുകയും ചെയ്തു. കുണ്ടന്നൂർ വെള്ളക്കുന്ന് കാട്ടുകുളങ്ങര കാർത്തിയാനിയുടെ വീടിന്റെയും തൊഴുത്തിന്റെയും മുകളിലേക്ക് അയൽവാസിയുടെ പറമ്പിലെ പന പൊട്ടിവീണു. തൊഴുത്തിൽ നിന്നിരുന്ന പശുവിന് പരിക്കേറ്റു. തൊഴുത്ത് പൂർണ്ണമായും വീടിന്റെ മേൽക്കൂര ഭാഗികമായും തകരുകയും ചെയ്തു. നെല്ലുവായ് മുരിങ്ങത്തേരിയിൽ റോഡിനു കുറുകെ തേക്കുമരം കടപുഴകി വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടി വൈദ്യുതി ബന്ധം തകരാറിലായി. കാഞ്ഞിരക്കോട് കൊരട്ടിയാക്കുന്ന് അങ്കണവാടി റോഡിൽ മരം പൊട്ടിവീണ് വൈദ്യുതി ബന്ധം നിലച്ചു. മങ്ങാട് ചാത്തംകുളം ചിറ്റണ്ട റോഡിൽ വനാതിർത്തിയിൽ നിന്നിരുന്ന മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം തകരാറിലാകുകയും ചെയ്തു. നെല്ലുവായ് മുണ്ടങ്കോട് മുളക്കൂട്ടം പൊട്ടി വീടിന് മുകളിലേക്കും റോഡിലേക്കും വീണു. പ്രദേശത്തെ വൈദ്യുതി ബന്ധം നിലച്ചു. വേലൂർ 14-ാം വാർഡിൽ സുരേഷിന്റെ വീടിന് മുകളിലേക്ക് പുളിമരം കടപുഴകി വീണ് വീട് തകർന്നു. ആർക്കും പരിക്കില്ല. കനത്ത മഴയിലും കാറ്റിലും എരുമപ്പെട്ടി നെല്ലുവായിൽ മരങ്ങൾ വീണ് വാഴ കൃഷി നശിച്ചു. നെല്ലുവായ് പുഴക്കരയിലുള്ള വാഴത്തോട്ടത്തിലെ കുലവന്ന 40 ചങ്ങാലിക്കോടൻ വാഴകളാണ് നശിച്ചത്. പറമ്പിലുണ്ടായിരുന്ന വലിയ മരങ്ങൾ കാറ്റിൽ കടപുഴകി വാഴകളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. നെല്ലുവായ് തറയിൽ റോയിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് മുരിങ്ങാത്തേരി പുത്തൻപുരയ്ക്കൽ ശ്രീധരൻ, സേലം സ്വദേശി ചന്ദ്രൻ എന്നിവരുടെ വാഴ കൃഷി ചെയ്തത്.
നഷ്ടം നികത്താൻ സർക്കാർ ധനസഹായം നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ഇന്നലെ ഉണ്ടായ കാറ്റിൻ മഴയത്ത് 2 വൻ മരങ്ങൾ വീണ് 40ഓളം വാഴോളം കേടുപാട് പറ്റി. ഞങ്ങൾ 2 പേർ കൂടി ചെയ്യുന്ന കൃഷിയാണ്. ഒരു കൊല്ലത്തെ അധ്വാനമാണ്. വലിയൊരു നഷ്ടമായിട്ടാണ് കാണുന്നത്. ഇതിനെ ഗവൺമെൻറ് കൃഷിഭവനായിട്ട് എന്തെങ്കിലും സഹായമായി ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുന്നു. കനത്ത മഴയിൽ നെല്ലുവായിൽ മരം വീണ് വീട് തകർന്നു. നെല്ലുവായി തെക്കുമുറിയിൽ പ്രശസ്ത ആർട്ടിസ്റ്റ് സദൻ നിത്യ ദമ്പതികളുടെ വീടാണ് തകർന്നത്. തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീടിനരികിൽ നിന്നിരുന്ന പ്ലാവ് കടപുഴകി വീഴുകയായിരുന്നു. വീടിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. വൈദ്യുതി ഉപകരണങ്ങൾക്കും ഗൃഹോപകരണങ്ങളും നശിച്ചു. മൂന്ന് ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിൽ മുല്ലശ്ശേരി, എളവള്ളി പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ താൽക്കാലിക ബണ്ട് പൊട്ടിച്ചു. എളവള്ളി, മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മുരളി പെരുന്നെല്ലി MLA ഇടപെടലിനെ തുടർന്നാണ് ബണ്ട് പൊട്ടിച്ചത്. ഇടിയഞ്ചിറയിലെത്തി ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുമായി MLA നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇടിയഞ്ചിറ താൽക്കാലിക ബണ്ട് പൊളിച്ചത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ, എളവള്ളി, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജിയോ ഫോക്സ്, ദിൽന ധനേഷ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA സതീഷ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. തണ്ണീർക്കായൽ പാടശേഖരത്തിലും സമീപത്തുള്ള റോഡുകളിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് നിലവിലുള്ളത്. തിരുനെല്ലൂർ പാടത്തിന് സമീപമുള്ള റോഡിലും വീടുകളിലും വെള്ളം കയറി. കടലിലേക്ക് കൂടുതൽ വെള്ളം ഒഴുക്കിക്കളയാൻ തുടങ്ങിയതോടെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവായി തുടങ്ങി. ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ നെടിയടത്ത് സുബ്രഹ്മണ്യന്റെ വീട്ടിലെ കിണറാണ് ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടുകൂടി ഇടിഞ്ഞു താഴ്ന്നത്. ആഴ്ചകൾക്ക് മുമ്പ് നിർമ്മിച്ച കിണറാണ് മഴയിൽ ഇടിഞ്ഞത്. ശക്തമായ കാറ്റിലും മഴയിലും ചാവക്കാട് പൂക്കുളം കണ്ണിക്കുത്തി റോഡ് കാരുണ്യ സ്ട്രീറ്റിൽ മരം വീണ് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം നിലച്ചു. ഗതാഗതവും തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. കാറ്റിൽ മരക്കൊമ്പ് വൈദ്യുതി കമ്പിയിൽ വീഴുകയും തുടർന്ന് പോസ്റ്റ് വലിഞ്ഞതോടെ അതിനോട് ചേർന്ന മറ്റൊരു പോസ്റ്റ് ഒടിഞ്ഞു വീഴുകയും ചെയ്തു. പ്രദേശവാസികളായ യുവാക്കളുടെ സമയോചിതമായ ഇടപെടലിൽ അപകടം ഒഴിവായി. ഫ്യൂസ് ഊരിമാറ്റി വൈദ്യുതി വിച്ഛേദിച്ച യുവാക്കൾ മരങ്ങൾ മുറിച്ചുമാറ്റി. KCB ജീവനക്കാർ സ്ഥലത്തെത്തി പുതിയ പോസ്റ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. എരുമപ്പെട്ടി പഴവൂർ ഇടക്കുന്നിയിൽ മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീണു. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എരുമപ്പെട്ടി മേഖലയിൽ നിന്നുള്ള എളുപ്പമാർഗമാണിത്. പഴവൂർ ഇടക്കുന്നി വനാതിർത്തിയിലുള്ള മുളങ്കൂട്ടവും വലിയ പറങ്കിമാവുമാണ് റോഡിലേക്ക് കടപുഴകി വീണത്. ചൊവ്വാഴ്ച രാവിലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി റോഡ് ഗതാഗത യോഗ്യമാക്കി. പ്രാദേശിക ചാനലുകളുടെ സ്വതന്ത്ര നിലപാടുകളാണ് ജനാധിപത്യത്തിന് ഏറ്റവും പ്രധാനമെന്ന് ഡോക്ടർ TM തോമസ് ഐസക്. കുന്നംകുളം പ്രസ് ക്ലബിന്റെ മികച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കുള്ള സംസ്ഥാന പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പ്രാദേശിക ചാനലുകൾ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് മാധ്യമങ്ങൾ മുതലാളിമാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കയ്യിലാണ്. തങ്ങളുടെ അധികാരപരിധിയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തെ അറിയിക്കുന്നത് പ്രാദേശിക പത്രപ്രവർത്തകർ ചെയ്യുന്ന മഹത്തരമായ കാര്യമാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ അധികാരപരിധിയിൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയും. മികച്ച രീതിയിൽ ജനപ്രതിനിധികൾ പ്രവർത്തിക്കാൻ നല്ല മനസ്സ് വേണം. കുന്നംകുളം ടൂറിസത്തിന് പറ്റിയ മികച്ച സ്ഥലമാണ്. TD രാമകൃഷ്ണന്റെ പുസ്തകത്തെ അടിസ്ഥാനമാക്കി കുന്നംകുളം ടൂറിസത്തിന് പ്രസ് ക്ലബ്ബ് മുൻകൈയെടുക്കണമെന്നും ഡോക്ടർ തോമസ് ഐസക് കൂട്ടിച്ചേർത്തു. മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ചാനലുകളിൽ മെയിൻ ചാനലിന്റെ പ്രാദേശിക വിതരണകർത്താക്കൾ മാത്രം, എന്നാൽ കേരളത്തിലെ പ്രാദേശിക ചാനലുകളിൽ സ്വതന്ത്രമായിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, മാധ്യമങ്ങളൊക്കെ പൂർണ്ണമായിട്ടും വലിയ വലിയ മുതലാളിമാരുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിയന്ത്രണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകമാസകലം നടക്കുന്ന ഒരു മാറ്റമാണ്. എന്നാൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമത്തിന് ഇലക്ട്രിക് പോസ്റ്റുകളിൽ വലിക്കുന്നതിന്, കണക്ഷൻ വലിക്കുന്നതിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ചാർജ് പ്രാദേശിക ചാനലിന് വേണം എന്ന് പറയുന്നത് എത്ര വലിയ ഒരു
തെറ്റായ നടപടിയാണെന്ന് ആലോചിച്ച് നോക്കിക്ക് തിരുത്തി. പക്ഷെ വീണ്ടും പ്രവണത കൂടാ. അച്ചടി വിഭാഗത്തിൽ കേരള കൗമുദി വടക്കാഞ്ചേരി ലേഖകൻ ടി ഡി ഫ്രാൻസിസിനും ദൃശ്യമാധ്യമത്തിൽ കണ്ണൂർ വിഷൻ ചാനൽ റിപ്പോർട്ടർ ഷാരിമ രാജനും അവാർഡുകൾ സമ്മാനിച്ചു. മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പുരസ്കാരം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രനും മികച്ച ജനപ്രതിനിധിക്കുള്ള പുരസ്കാരം കുന്നംകുളം നഗരസഭാംഗം ലബീബ് ഹസനും ഏറ്റുവാങ്ങി. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ അധ്യക്ഷനായി. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ മുഖ്യാതിഥിയായി. മാധ്യമങ്ങൾ സമൂഹത്തിൽ എല്ലാ തുറയിലും സേവനങ്ങൾ ചെയ്യുന്നതായി പെരുവനം കുട്ടന്മാരാർ പറഞ്ഞു. ശ്രദ്ധയോടെ സത്യസന്ധമായി വാർത്തകൾ നൽകാൻ പ്രാദേശിക മാധ്യമപ്രവർത്തകർ ഒട്ടേറെ കഷ്ടപ്പാടുകൾ സഹിക്കുന്നുണ്ട്. നാട്ടിലെ കലാകാരന്മാരെ സമൂഹത്തിന് മുൻപിലെത്തിക്കാൻ മാധ്യമപ്രവർത്തകർ പ്രയത്നിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങൾ ഞങ്ങളുടെ കർമ്മം ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുന്നു. അതേസമയം നിങ്ങളിലൂടെയാണ് പകുതി ഞങ്ങൾ വളരുന്നത് എന്ന് മാധ്യമ സുഹൃത്തുക്കളോട്, അത് അച്ചടി മാധ്യമ പത്രങ്ങളായാലും ദൃശ്യമാധ്യമങ്ങളായാലും അവരോട് ഞാൻ പലപ്പോഴും എൻ്റെ ഇന്റർവ്യൂകളിലൊക്കെ ഞാൻ പറയേണ്ടത് മാധ്യമങ്ങളാണ് ഞങ്ങളെ കൂടുതൽ വളർത്തിയിരിക്കുന്നത്. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് പഠനോപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു. മികച്ച പ്രവർത്തനങ്ങൾ നടത്തി സമൂഹത്തിന് മാതൃകയാകാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയണമെന്ന് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് പറഞ്ഞു. പ്രസ് ക്ലബിലെ അംഗങ്ങളുടെ കുഞ്ഞ് നിങ്ങൾ നന്നായി വളരുമ്പോൾ, എഴുതി വളരുമ്പോൾ, അതുപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ ചെയ്യുന്ന ഈ പ്രാദേശിക മാധ്യമ പ്രവർത്തനങ്ങളോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടാകുമ്പോൾ നിങ്ങളിലും നല്ല എഴുത്തുകാർ ജനിക്കട്ടെ, നല്ല മാധ്യമ പ്രവർത്തകർ ജനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാദേശിക ലേഖകരുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാറില്ലെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ച നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണൻ പറഞ്ഞു. അമിതാവേശം വാർത്തകളുടെ സത്യസന്ധത നഷ്ടപ്പെടുത്തുമെന്നും മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങളും മാധ്യമപ്രവർത്തനവും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചിലപ്പോഴൊക്കെ പ്രാദേശിക മാധ്യമപ്രവർത്തകരെ മാത്രം ഉദ്ദേശിച്ച് പറയുന്നത് പൊതുവായിട്ട് മാധ്യമ ലോകം വലിയ മത്സരങ്ങളിൽ കൂടി കടന്നു പോവുകയും ഒരുതരം വിഭ്രമാത്മകമായ കാഴ്ചകളിലേക്ക് പ്രേക്ഷകരെ എത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിചിത്ര കാലത്ത് നമുക്ക് ജീവിക്കേണ്ടി വരും. സാധാരണ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ കാണുമ്പോൾ പറയുന്നു ഓർമ്മിപ്പിക്കാനുള്ളൊരു വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അമിതാവേശത്തിലേക്ക് ഒരു കാരണവശാലും ചെന്ന് പോകാതിരിക്കുക. പ്രസ് ക്ലബ് സെക്രട്ടറി MM മുഹമ്മദ് അജ്മൽ, മാധ്യമപ്രവർത്തകരായ CF ബെന്നി, KK നിഖിൽ, പുരസ്കാര ജേതാക്കളായ ഷാരിമ രാജൻ, TD ഫ്രാൻസിസ്, PI രാജേന്ദ്രൻ, ലബീബ് ഹസൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. വിവിധ തലത്തിൽ മികവ് പുലർത്തിയ പ്രസ് ക്ലബ് അംഗങ്ങളുടെ മക്കളായ വേദനാഥ് കൂനത്ത്, C അവന്തിക, KB ആദിത്യദേവ്, മെർലിൻ ടോണി, TH ഹരിത, ആദിനാഥ് കൂനത്ത് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. കടങ്ങോട് കൈക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട ഗുഡ്സ് വാഹനമിടിച്ച് ചായക്കട തകർന്നു. കടങ്ങോട് പൂവത്തിങ്കൽ സുജാതയുടെ ചായക്കടയാണ് തകർന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിക്കാണ് അപകടമുണ്ടായത്. അക്കിക്കാവിൽ നിന്ന് എരുമപ്പെട്ടിയിലേക്ക് വരികയായിരുന്നു വാഹനം. റോഡരികിൽ നിന്നിരുന്ന മരത്തിന്റെ വലിയ കൊമ്പ് പൊട്ടി റോഡിലേക്ക് ചാഞ്ഞു കിടന്നിരുന്നു. ശക്തമായ മഴയിൽ ഇത് അടുത്തെത്തിയപ്പോഴാണ് ഡ്രൈവർ കണ്ടത്. ഇതിൽ ഇടിക്കുന്നത് ഒഴിവാക്കുന്നതിനു വേണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ നിയന്ത്രണം വിടുകയായിരുന്നു. റോഡരികിലെ ചായക്കട ഇടിച്ചു തകർത്ത് ഇതിനോട് ചേർന്നുള്ള മരത്തിലിടിച്ചാണ് വാഹനം നിന്നത്. ചായക്കടയും ഉള്ളിലുണ്ടായിരുന്ന പാത്രങ്ങളും ഉപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു. വയോധികരും രോഗികളുമായ സുജാതയും ഭർത്താവും ഉപജീവനം നടത്തുന്നതും മരുന്നു വാങ്ങുന്നതും ഈ ചെറിയ ചായക്കടയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് പണം തട്ടിപ്പ് കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ED പ്രതി ചേർത്ത AC മൊയ്തീൻ MLA-യും K രാധാകൃഷ്ണൻ MP-യും ഔദ്യോഗിക സ്ഥാനങ്ങൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിൽ നിന്നാരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PS സുനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. ചന്ദ്രപ്രകാശ് ഇടമന, NK കബീർ, K ഗോവിന്ദൻകുട്ടി, MA ഉസ്മാൻ, അജു നെല്ലുവായ്, MC ഐജു, CG ജോൺ, റീന വർഗീസ്, PS സുനീഷ്, സതി മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനവിരുദ്ധമായ പ്രവർത്തനത്തിന്റെ രക്തസാക്ഷിയാണ് ഇന്ന് നാം കാണുന്ന അണ്ടത്തോട് പെരിയമ്പലം ബീച്ചെന്ന് NK അക്ബർ MLA. കടലേറ്റം രൂക്ഷമായ അണ്ടത്തോട് പെരിയമ്പലം ബീച്ച് സന്ദർശിച്ച് പ്രതികരിക്കുകയായിരുന്നു MLA.
സംസ്ഥാന സർക്കാരിന്റെ വിദഗ്ധ സംഘം പഠനം നടത്തിയതിന്റെ ഭാഗമായാണ് ഇവിടെ ഭിത്തി നിർമ്മിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ചില തൽപരകക്ഷികൾ ഇതിനെ എതിർക്കുകയും തടയുകയും ചെയ്തു. പോലീസിന്റെ സഹായത്തോടെ കല്ലുകൾ സ്റ്റേക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇതിനു പിന്നിലുള്ള വീടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. 4.5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു പ്രദേശത്ത് പിഞ്ചുകുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ബന്ദിയാക്കി നിർത്തി തടഞ്ഞിട്ടുള്ള ഈ പ്രതിഷേധ സമരം കൊണ്ട് എന്താണ് ഇവർ നേടിയതെന്ന് MLA ചോദിച്ചു. പോലീസ് പിന്തുണയോടുകൂടി ഇറക്കിയ ആ കല്ല് സ്റ്റേക്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് അവിടെ ആ വീട് നിലനിൽക്കുന്നത്. അങ്ങേയറ്റം ജനവിരുദ്ധമായ ഒരു പ്രവർത്തനത്തിന്റെ ഒരു രക്തസാക്ഷിയാണ് അണ്ടത്തോട് പെരിയമ്പലം പ്രദേശം. പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയെല്ലാം ബന്ദിയാക്കി നിർത്തി നടത്തിയിട്ടുള്ള ഈ പ്രതിഷേധ സമരം കൊണ്ട് എന്ത് നേടി ഈ പ്രദേശം? അങ്ങനെ ആ കടൽ ഭിത്തി നിർമ്മിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കുറേയൊക്കെ ഒരു പരിഹാരം നമുക്കുണ്ടാകുമായിരുന്നു. ഞങ്ങളോട് രാഷ്ട്രീയ വിരോധമുണ്ടാകാം, പക്ഷേ ആ വിരോധം നാടിനോടുള്ള വിരോധമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്തിരിയണമെന്നും വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കേണ്ടതിനു പകരം അതിനെ അന്ധമായി എതിർക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാവുന്നത് ദുരന്തങ്ങളാണെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും MLA പറഞ്ഞു. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി പൂർണ്ണമായി ശ്രമിക്കേണ്ടത് വിവാദത്തിനും സംവാദങ്ങൾക്കുമല്ല, അതിനുള്ള അവസരമല്ല ഇത്. എല്ലാവരും ചേർന്ന് നാടിന് ചെയ്യാൻ കഴിയാവുന്ന ഈ കടലാക്രമണ സമയത്ത്, കടൽക്ഷോഭത്തിന്റെ സമയത്ത് നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യാം. പൊന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, വൈസ് പ്രസിഡന്റ് EK നിഷാർ, ലോക്കൽ കമ്മിറ്റി അംഗം MK ബക്കർ, നൌഷാദ് തുടങ്ങിയവരും പൊതുപ്രവർത്തകരുമുണ്ടായിരുന്നു. കനത്ത മഴയെ തുടർന്ന് തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം 4 ദിവസമായിട്ടും പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് വൈദ്യുതി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി കോൺഗ്രസ് നേതാവ്. അണ്ടത്തോട് പാപ്പാളി സ്വദേശി റാഫി മാലിക്കുളമാണ് പുന്നയൂർക്കുളം വൈദ്യുതി ഓഫീസിനുള്ളിൽ രാത്രിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് റാഫിയുടെ സഹോദരി ഷാഹിദ വാടകയ്ക്ക് താമസിക്കുന്ന പാപ്പാളിയിലെ വീട്ടിൽ സർവീസ് വയർ തകരാറിലായതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് വൈദ്യുതി ഓഫീസിലും മറ്റും ഇവർ പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല. തുടർന്ന് തിരുവനന്തപുരത്തെ പരാതി പരിഹാര സെല്ലിലും പരാതി നൽകിയെങ്കിലും ഇവരും കൈയൊഴിഞ്ഞു. ഇതോടെയാണ് ഷാഹിദയുടെ സഹോദരൻ റാഫി മാലിക്കുളം പുന്നയൂർക്കുളത്തെ KSEB സെക്ഷൻ ഓഫീസിനുള്ളിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. രാത്രി 8:30 ആരംഭിച്ച സമരം അധികൃതരുടെ ഇടപെടലിനെ തുടർന്ന് 10:15 അവസാനിപ്പിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തൻചിറ റോഡ് ഉദ്ഘാടനം ആലത്തൂർ MP K രാധാകൃഷ്ണൻ നിർവഹിച്ചു. നബാർഡിന്റെ 5.6 കോടി രൂപ ചെലവഴിച്ചാണ് 3.430 കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കഴിഞ്ഞ 9 വർഷമായിട്ട് നമ്മുടെ ഈ മണ്ഡലത്തിലെ സകല റോഡുകളും ഉന്നത നിലവാരത്തിൽ പണിയെടുപ്പിക്കാൻ വേണ്ടി മണ്ഡലത്തിൽപ്പെട്ട MLA മന്ത്രിയുമായുള്ള ശ്രമിച്ചു. അതുകൊണ്ടാണ് ഈ നേട്ടം വികസനം നമുക്ക് നാടിന് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ഇനിയും ഒട്ടേറെ നേട്ടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഈ നാട്ടിലുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 9 വർഷം പിന്നിട്ട് 10-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുക. ഈ 10 വർഷക്കാലത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവരെയും ഒരു കാലത്ത് നമ്മളെല്ലാം ആഗ്രഹിച്ച് പരാതിയായിട്ട് നടക്കുകയാണ്. പരാതികൾക്ക് പരിഹാരം കാണാൻ വേണ്ടി കഴിയുന്നില്ല. എന്നാൽ 13 കലുങ്കുകൾ, 850 മീറ്റർ ഡ്രെയിൻ, 600 മീറ്റർ പാർശ്വഭിത്തി സംരക്ഷണം, റോഡ് സുരക്ഷാ ലൈൻ, റോഡ് സുരക്ഷാ ബോർഡുകൾ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. AC മൊയ്തീൻ MLAയുടെ നിർദ്ദേശപ്രകാരമാണ് റോഡിന്റെ നിർവഹണം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹിച്ചിരിക്കുന്നത്. നബാർഡ് അനുവദിക്കുന്ന 80% തുകയ്ക്ക് പുറമെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് വിഹിതങ്ങളും MLAയുടെ ആസ്തി വികസന പദ്ധതിയിലെ വകയിരുത്തലും ചേർത്താണ് പദ്ധതി പൂർത്തീകരിച്ചത്. കുന്നംകുളം MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ എന്നിവർ മുഖ്യാതിഥികളായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കുന്നംകുളത്തെ പ്രധാന സാംസ്കാരിക സംഘടനയായ ഫെയ്സിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. കുന്നംകുളം ലിവ ടവറിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് VK ശ്രീരാമൻ അധ്യക്ഷനായിരുന്നു. ട്രഷറർ PS ഷാനു വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ഫെയ്സിന്റെ പുതിയ ഭാരവാഹികളായി VK ശ്രീരാമൻ പ്രസിഡന്റ്, PJ ജയപ്രകാശ്, KA അസി വൈസ് പ്രസിഡന്റുമാർ, C മോഹനൻ സെക്രട്ടറി, ജോഷി ജോസഫ്,
അർഷാദ് കെ ജോയിന്റ് സെക്രട്ടറിമാർ, PS ഷാനു ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധനും കുന്നംകുളം സ്വദേശിയുമായ ശിവദാസൻ മാസ്റ്റർക്കായി ജൂൺ മാസത്തിൽ ആദരണ പരിപാടി സംഘടിപ്പിക്കും. ഫേസിന്റെ കീഴിൽ വനിതാ വിഭാഗം രൂപീകരിക്കാനും വാർഷിക പൊതുയോഗം തീരുമാനിച്ചു. കാലവർഷത്തോടനുബന്ധിച്ച് നടത്തേണ്ട അടിയന്തര പ്രവർത്തനങ്ങൾക്കായി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കാലവർഷത്തിൽ കടപ്പുറം പൊന്നിയൂർക്കുളം പഞ്ചായത്തുകളിൽ കടലേറ്റമുണ്ടെന്നും ആരെയും മാറ്റിപ്പാർപ്പിക്കേണ്ടതായ സാഹചര്യം നിലവിലില്ലെന്നും പഞ്ചായത്ത് സെക്രട്ടറിമാർ യോഗത്തെ അറിയിച്ചു. കാലവർഷത്തിന്റെ ഭാഗമായി തകർന്ന വീടുകൾക്ക് ധനസഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ചാവക്കാട് തഹസിൽദാർ യോഗത്തെ അറിയിച്ചു. ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് വലിയ രീതിയിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ തകരാർ വന്നതിനാൽ വലിയ രീതിയിലുള്ള വൈദ്യുതി തടസ്സങ്ങൾ മണ്ഡലത്തിൽ ഉണ്ടായതായും വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന നടപടികൾ പൂർത്തീകരിച്ചു വരുന്നതായും KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. കാലവർഷവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അടിയന്തര പ്രവർത്തനങ്ങൾക്ക് സജ്ജമാകുന്നതിന് ഫയർഫോഴ്സ് ഓഫീസർക്കും സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്കും MLA നിർദ്ദേശം നൽകി. കുടിവെള്ളം തടസ്സമില്ലാതെ ലഭിക്കുന്നുവെന്ന് വാട്ടർ അതോറിറ്റിയും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാരും ഉറപ്പുവരുത്തണമെന്നും ആവശ്യമായ അനുമതി ജില്ലാ കളക്ടറിൽ നിന്നും ലഭ്യമാക്കുവാനും MLA ആവശ്യപ്പെട്ടു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതായും സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാതായതായും യോഗം വിലയിരുത്തി. ചാവക്കാട് ചേറ്റുവ ബൈപ്പാസിൽ 85 ലക്ഷം രൂപ ചെലവഴിച്ചു നിർമ്മിക്കുന്ന കാന നിർമ്മാണം അടിയന്തരമായി തുടങ്ങുന്നതിനും ബൈപ്പാസ് റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനും പൊതുമരാമത്ത് NH വിഭാഗത്തിന് MLA നിർദ്ദേശം നൽകി. കടപ്പുറം സൈക്ലോൺ ഷെൽട്ടറിലേക്ക് കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ തഹസിൽദാർക്ക് MLA നിർദ്ദേശം നൽകി. വെള്ളമൊഴുകിപ്പോകുന്നതിന് തടസ്സമായിട്ടുള്ള കൃഷിവകുപ്പിന്റെയും ജലസേചന വകുപ്പിന്റെയും എല്ലാ ലോക്കുകളും സ്ലോയിസുകളും അടിയന്തരമായി തുറക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ, ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് MLA കർശന നിർദ്ദേശം നൽകി. അവലോകന യോഗത്തിൽ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, ബിന്ദു സുരേഷ്, ജാസ്മിൻ ഷഹീർ, NMK നബീൽ, സാലിഹ ഷൗക്കത്ത്, വിജിത സന്തോഷ്, ചാവക്കാട് തഹസിൽദാർ കിഷോർ കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയും നിയോജകമണ്ഡലം നോഡൽ ഓഫീസറുമായ വർഗീസ് എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്തിന്റെയും ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താറിന്റെയും നേതൃത്വത്തിൽ ചാവക്കാട് KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ പ്രതിഷേധിച്ചു. 4 ദിവസമായി ചാവക്കാട് സെക്ഷൻ പരിധിയിലെ വിവിധയിടങ്ങളിൽ വൈദ്യുതി ഇല്ലാതായിട്ട് എപ്പോൾ ബന്ധപ്പെട്ടാലും ജീവനക്കാരില്ലെന്ന മറുപടിയാണ് ലഭിക്കാറുള്ളത്. നിലവിൽ 25,000 ഉപഭോക്താക്കളുള്ള ഡിവിഷനു കീഴിൽ അതിനനുസരിച്ചുള്ള ജീവനക്കാർ ഇല്ലാത്തതിനാൽ കാര്യക്ഷമമായി അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കുന്നില്ലെന്നും സമരക്കാർ ആരോപിച്ചു. ഇന്ന് തന്നെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതിയും നൽകി. കൗൺസിലർമാരായ ബേബി ഫ്രാൻസിസ്, സുപ്രിയ രാമേന്ദ്രൻ, ഫൈസൽ കാനാമ്പുള്ളി, ജോയ്സി ടീച്ചർ, HM നൌഫൽ, ജമാൽ താമരത്ത്, ജലീൽ തുടങ്ങിയവർ പങ്കെടുത്തു. അത് 6 മണിക്ക് അല്ല ഞാൻ പറയുന്നത് 7:30ക്കാണ് കാറ്റ് വീശുന്നത്. 9:30 ഇവിടെ വന്നിട്ട് ഞങ്ങൾ 11 മണിക്കാണ് രാത്രി പോകുന്നത്. ഞാൻ പറയാൻ അതല്ല, ഒരു സ്ഥലത്ത് ഒരു മരം വന്നു കഴിഞ്ഞാൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയം കഴിഞ്ഞിട്ട് 1.5 മണിക്കൂറോളം ഈ തലേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങള് ഇത് ഉണ്ടായതിനു ശേഷം ചെയ്യാൻ പോവാണ്. ഒരു മരം പ്രശ്നം വളഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് മുറിച്ചു കളയണ്ടേ? ഇന്ന് ഈ മഴ പെയ്യുന്ന വരെ മാത്രം നിങ്ങൾക്ക് അണ്ടത്തോട് GMLP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം മെയ് 31 രാവിലെ 11 മണിക്ക് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് കുട്ടികൾക്ക് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുന്നൂർക്കുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 165 വർഷം പഴക്കമുള്ള ഈ വിദ്യാലയ മുത്തശ്ശി ഇതുവരെ സ്വന്തമായി സ്ഥലമില്ലാതെ വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. 2019 സ്കൂളിനു വേണ്ടി പുതിയടത്ത് സോമൻ എന്ന വ്യക്തി സൗജന്യമായി വാങ്ങി നൽകിയ 20 സെന്റ് സ്ഥലവും പിന്നീട് 2021-22 പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് വാങ്ങിയ 30 സെന്റ് സ്ഥലവും ചേർന്ന് 50 സെന്റ് സ്ഥലത്താണ് സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യത്തോടുകൂടി സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്നത്. MLA ഫണ്ടും റർബൻ മിഷൻ ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും സംയുക്തമായി തുടർ പദ്ധതിയായി 5 കോടി രൂപ വിനിയോഗിച്ചാണ് പണി പൂർത്തീകരിക്കുക. ആദ്യഘട്ടം MLA ഫണ്ട് 99.5 ലക്ഷം രൂപയും 82.8 ലക്ഷം പഞ്ചായത്ത് ഫണ്ടും റർബൻ ഫണ്ടും ചെലവഴിച്ച് 5756 സ്ക്വയർ ഫീറ്റിൽ 6 ക്ലാസ് റൂമുകളും സ്റ്റാഫ് റൂം, കിച്ചൺ എന്നിവ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. NK അക്ബർ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ,
വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തയിൽ മൂസ, വാർഡ് മെമ്പർ ബുഷറ നൌഷാദ്, പ്രധാനാധ്യാപിക പി എ റസിയ, PTA പ്രസിഡന്റ് നവാസ് അണ്ടത്തോട് തുടങ്ങിയവർ പങ്കെടുത്തു. ടോട്ടൽ 5 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് നമ്മുടെ GMLP സ്കൂൾ അണ്ടത്തോടിന് ലഭ്യമായിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. ഇതോടുകൂടി നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും സ്വന്തമായി സ്ഥലവും കെട്ടിടവുമുള്ള വിദ്യാലയമാക്കി നമുക്ക് നമ്മുടെ പഞ്ചായത്തിനെ മാറ്റാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഈ ക്ലാസ് റൂമുകളെല്ലാം ഹൈടെക് ആക്കുന്നതിനും അതുപോലെ മറ്റു സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിനുമായിട്ടുള്ള പദ്ധതി കൂടി ഫണ്ട് കൂടി വകയിരുത്തിയിട്ടുണ്ട്. എളവള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ സ്റ്റുഡന്റ് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ബാങ്ക് ഹെഡ് ഓഫീസ് അങ്കണത്തിൽ ആരംഭിച്ച സ്റ്റുഡന്റ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് KP രാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയറക്ടർ TN ലെനിൻ, സെക്രട്ടറി AM ബിനി എന്നിവർ സംസാരിച്ചു. പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ പഠനോപകരണങ്ങൾ വിൽപ്പന നടത്തുന്നതിനാണ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്റ്റുഡന്റ് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഗുരുവായൂർ നഗരസഭ വാർഡ് 28ന്റെ നേതൃത്വത്തിൽ വിദ്യാരംഭം 2025 നടത്തി. SSLC+2 പരീക്ഷാ വിജയികൾക്കുള്ള അനുമോദനം ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വാർഡിലെ കലാമേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണ ഉദ്ഘാടനം CPIM ഗുരുവായൂർ ലോക്കൽ കമ്മിറ്റി അംഗം ഉണ്ണി വാർനാട്ട് നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ KP സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. ആര്യ മഹേഷ്, സിനി എന്നിവർ നേതൃത്വം നൽകി. സംഘാടക സമിതി കൺവീനർ GN രാമകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ E ശശിധരൻ നന്ദിയും പറഞ്ഞു. കാശി പുണ്യതീർത്ഥത്താൽ സ്നാനം ചെയ്യുന്ന കോടശ്ശേരി ശിവപാർവതി ക്ഷേത്രത്തിൽ മെയ് 28-ന് പുനർപ്രതിഷ്ഠയും നവീകരണ കലശവും ദ്രവ്യ കലശാഭിഷേകവും നടക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുനിവര്യന്മാരുടെ വാസസ്ഥാനവും യാഗഭൂമിയുമായിരുന്നു കോടശ്ശേരി മല. യോഗീശ്വരന്മാരുടെ നേതൃത്വത്തിൽ നടന്ന യാഗത്തിൽ ശിവനും പാർവതിയും പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമിയാണ് കോടശ്ശേരി മല എന്നാണ് വിശ്വാസം. മലയിലെ നീരുറവ കാശി തീർത്ഥമായും കണക്കാക്കുന്നു. ശിവനും പാർവതിയും ഒറ്റ പീഠത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട കേരളത്തിലെ അത്യപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് കോടശ്ശേരി. 11 ദിവസങ്ങളിലായി ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നുവരുന്നുണ്ട്. ബുധനാഴ്ച നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ചെയർമാൻ അജിത് കുമാർ, സെക്രട്ടറി MN ലതീന്ദ്രൻ, ട്രഷറർ V അനന്തകൃഷ്ണൻ എന്നിവർ അറിയിച്ചു. ഈ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാകുന്നതോടൊപ്പം ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ട്. അപ്പം എല്ലാ ഭക്തജനങ്ങളും 28-ന് നടക്കുന്ന പുനഃപ്രതിഷ്ഠാ ദിന ചടങ്ങുകളിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം അന്ന് ഗിരിപ്രദക്ഷിണം, അത് പ്രധാന വഴിപാടാണ് ഈ ക്ഷേത്രത്തിലെ. കോടശ്ശേരി മല ചുറ്റി പ്രാർത്ഥനയോടുകൂടി ഈ ക്ഷേത്ര സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് ഒരു വലിയ ആൾക്കൂട്ടമായി നടന്ന് ഇവിടെ തിരിച്ചു വന്ന് ഇവിടെ പ്രാർത്ഥിച്ച് പിരിയുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ മുഴുവൻ ഭക്തജനങ്ങളെയും ഈ ചടങ്ങുകളിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു. ചെമ്മണ്ണൂർ അപ്പുണ്ണി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ അറബിക്കിൽ പാർട്ട് ടൈം തസ്തികയിലും ക്ലർക്ക് തസ്തികയിലും ഹയർ സെക്കൻഡറിയിൽ ജിയോഗ്രഫി HSST ജൂനിയർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിലും ഒഴിവുകളുണ്ട്. കൂടിക്കാഴ്ച മെയ് 31 രാവിലെ 11 മണിക്ക് സ്കൂളിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 94 46 31 65 12 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഗുഡ് ന്യൂസ് സൗഹൃദ സമിതിയുടെ നേതൃത്വത്തിൽ 100ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും SSLC+2-വിൽ മുഴുവൻ വിഷയങ്ങളിൽ A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും കുന്നംകുളത്ത് നടന്നു. ആദരണീയം പരിപാടി K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ സൊസൈറ്റി നൽകുന്ന ചികിത്സ ഭവന നിർമ്മാണ സഹായ വിതരണം ഗുഡ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സജി മത്തായി കാതോട്ട് നിർവഹിച്ചു. ഉന്നത വിജയികൾക്ക് രാധാകൃഷ്ണൻ MP മൊമന്റോകൾ നൽകി ആദരിച്ചു. ചടങ്ങിൽ സമിതി പ്രസിഡന്റ് പാസ്റ്റർ MG ഇമാനുവൽ അധ്യക്ഷത വഹിച്ചു. IPC സെന്റർ പാസ്റ്റർ സാം വർഗീസ്, ചർച്ച് ഓഫ് ഗോഡ് സൗത്ത് ഇന്ത്യ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം പാസ്റ്റർ അനിൽ തിമോത്തി, പാസ്റ്റർ EG ജോസ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, പാസ്റ്റർ കുര്യാക്കോസ് ചക്രമാക്കിൽ, ബഥേൽ ചർച്ച്, പെരുമ്പടപ്പ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുനിൽ, ഷാജൻ മുട്ടത്ത് തുടങ്ങിയവർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സജി മത്തായി കാതേട്ട്, പാസ്റ്റർ സാം വർഗീസ്, ഡോക്ടർ സാജൻ C ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു.
ഗുരുവായൂർ നഗരസഭ 28-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഭിനന്ദനീയം പരിപാടി മെയ് 30-ന് കെ കരുണാകരൻ നഗറിൽ നടത്തുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. പാലക്കാട് MP VK ശ്രീകണ്ഠൻ ആദരചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. UDF തൃശൂർ ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, KPCC സെക്രട്ടറി CC ശ്രീകുമാർ, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PN വൈശാഖ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് എന്നിവർ പങ്കെടുക്കും. ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളെപ്പറ്റിയുള്ള പഠനത്തിൽ 2022 കേരള സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ അമ്മുജി നായരെയും ചിത്രകലയിൽ മാസ്റ്റർ ബിരുദവും ബാംഗ്ലൂർ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടുകയും കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയ ഡോക്ടർ KU കൃഷ്ണകുമാറിനെയും ചടങ്ങിൽ ആദരിക്കും. SSLC+2 വിജയികളെ അനുമോദിക്കലും പഠനോപകരണ വിതരണവും ചികിത്സാ ധനസഹായ വിതരണവും അരി വിതരണവും ഉണ്ടായിരിക്കും. സംഘാടക സമിതി ചെയർമാൻ KP ഉദയൻ, ചന്ദ്ര രാമകൃഷ്ണൻ, ശൈലജാദേവൻ, KK അനീഷ്, ജയൻ മനയത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. BJP പുന്നയൂർക്കുളം പഞ്ചായത്ത് വികസിത കേരളം നേതൃനിശ ശില്പശാല നടത്തി. ആൽത്തറ രാമരാജ UP സ്കൂളിൽ നടത്തിയ ശില്പശാല BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KR അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. BJP പുന്നയൂർക്കുളം വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് ദിലീപ് അരിയലി അധ്യക്ഷനായി. BJP ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ഷാജി തൃപ്പറ്റ് വികസന രേഖയും കുറ്റപത്രവും അവതരിപ്പിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ഹീര കൃഷ്ണദാസ്, BJP ഗുരുവായൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി വാസുദേവൻ, വൈസ് പ്രസിഡന്റ് KC രാജു, സീന സുരേഷ്, സെക്രട്ടറി ശാന്തി സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. BJP പുന്നയൂർക്കുളം ഈസ്റ്റ് ഏരിയ ജനറൽ സെക്രട്ടറി KD ബാബു സ്വാഗതവും വൈസ് പ്രസിഡന്റ് രാജൻ അളുവപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു. വടക്കേക്കാട് സ്വദേശി റാസൽ ഖൈമയിൽ നെഞ്ചുവേദനയെ തുടർന്ന് മരിച്ചു. മണികണ്ഠേശ്വരം സിദ്ദിഖ് പള്ളിക്ക് സമീപം താമസിക്കുന്ന തറയിൽ അബ്ദു മകൻ 47 വയസ്സുള്ള അലി റുബാസാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ റാസൽ ഖൈമയിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു. നടപടികൾക്ക് ശേഷം നാട്ടിലെത്തിച്ച് കല്ലൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തും. നസീമയാണ് ഭാര്യ. ഹാഫിദ്, ഹാദി എന്നിവർ മക്കളാണ്. ഗുരുവായൂർ പെരുന്തട്ട ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ദ്രവ്യകലശത്തോടെ സമാപിച്ചു. രാവിലെ 6-ന് ആരംഭിച്ച ചടങ്ങുകൾ ബ്രഹ്മകലശാഭിഷേകത്തോടെയാണ് സമാപിച്ചത്. ചടങ്ങുകൾക്ക് തന്ത്രി ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യകാർമ്മികത്വം വഹിച്ചു. വാതിൽമാടത്തിൽ നടന്ന പാണിവാദനത്തിന് ഗുരുവായൂർ വിഷ്ണുമാരാർ, ഉണ്ണിക്കുട്ടൻ, കോട്ടപ്പടി രാജേഷ്, ഗുരുവായൂർ ശശിമാരാർ എന്നിവർ നേതൃത്വം നൽകി. ഉച്ചപൂജയ്ക്കു ശേഷം നടന്ന ശ്രീഭൂതബലിക്ക് ഗുരുവായൂർ ദേവസ്വം അനന്തനാരായണൻ തിടമ്പേറ്റി. വല്ലഭട്ട കളരിയിലെ കൃഷ്ണദാസ്, ബ്രഹ്മകുളം കുറ്റിച്ചിറ ഗോപിനാഥൻ നായർ എന്നിവർ പാരമ്പര്യ ആചാരപ്രകാരം വാളും പരിചയവുമായി അകമ്പടിയായി തേവർക്ക് മുമ്പിൽ നടന്നു. വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, ഡബിൾ കേളി എന്നിവയുണ്ടായി. രാവിലെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം നടന്നു. ഭക്തജനങ്ങൾക്ക് അന്നദാനവുമുണ്ടായി. ക്ഷേത്രപരിപാലന സമിതി പ്രസിഡന്റ് കോങ്ങാട്ടിൽ അരവിന്ദാക്ഷ മേനോൻ, കിഴിയടം രാമൻ നമ്പൂതിരി, സെക്രട്ടറി രാമകൃഷ്ണൻ ഇളയത്, R പരമേശ്വരൻ, ട്രഷറർ സുധാകരൻ നമ്പ്യാർ, ശങ്കരൻ നായർ, KTR നമ്പീശൻ, മുരളി മണ്ണുങ്ങൽ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. വളർത്തുനായയെ കാണാതായതായി പരാതി. കടിക്കാട് വേണുനഗർ റോഡിൽ കാട്ടാമ്പിൽ സിജിയുടെ പപ്പി എന്ന് വിളിക്കുന്ന നാടൻ ഇനത്തിൽപ്പെട്ട നായയാണ് കഴിഞ്ഞ 24-ാം തീയതി ശനിയാഴ്ച മുതൽ കാണാതായത്. തവിട്ട് നിറത്തിലുള്ള നായയുടെ കഴുത്തിൽ സ്റ്റീൽ ചെയിനുണ്ട്. കണ്ടുകിട്ടാൻ സഹായിക്കുന്നവർക്ക് 5000 രൂപ പാരിതോഷികം നൽകുമെന്നും ഉടമസ്ഥ അറിയിച്ചു. കണ്ടുകിട്ടുന്നവർ 80 89 44 81 00 97 45 32 25 14 എന്നീ നമ്പറിൽ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നു. വെള്ളർക്കാട് പ്രവാസി സ്ട്രീറ്റിലെ വീട്ടുകിണറ്റിൽ പന്നികൾ വീണു. അറക്കൽ റസാക്കിന്റെ മകൾ റെജീനയുടെ വീട്ടുകിണറ്റിലാണ് തിങ്കളാഴ്ച രാത്രിയിൽ ഒരു തള്ളപ്പന്നിയും 5 കുട്ടികളും വീണത്. വനപാലകരും കടങ്ങോട് പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പഞ്ചായത്തിന്റെ ഷൂട്ടർ അലക്സ് കിണറ്റിൽ വെച്ച് പന്നികളെ വെടിവെച്ചു കൊന്നു. ശേഷം വൈൽഡ് ആനിമൽ റെസ്ക്യൂ മാൻ ബൈജു കടങ്ങോട് പന്നികളെ കിണറ്റിൽ നിന്നും പുറത്തെടുത്തു. CPIM നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കുന്ന EDയുടെ നടപടികൾക്കെതിരെ CPIM തിരുവത്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കോട്ടപ്പുറം സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം തിരുവത്ര കുമാർ UP സ്കൂൾ പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPIM ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ കമ്മിറ്റി അംഗവും ചാവക്കാട് നഗരസഭാ ചെയർമാനുമായ മുബാറക് അധ്യക്ഷത വഹിച്ചു.
CPIM ലോക്കൽ സെക്രട്ടറി KH സലാം, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TM ഹനീഫ, PK രാധാകൃഷ്ണൻ, P രണദിവെ, KR ആനന്ദൻ എന്നിവർ സംസാരിച്ചു. കോട്ടപ്പുറത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിന് TM ദിലീപ്, MA ബഷീർ, പ്രിയ മനോഹരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടിപ്പുഴ നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് നന്മ പ്രതിഭ പുരസ്കാര സമർപ്പണവും വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും നടത്തി. പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രം സെക്രട്ടറി ദയാനന്ദൻ മാമ്പുള്ളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നന്മ ഭാരവാഹികളും അംഗങ്ങളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. നെഹ്റുവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ MK അപ്പു, AM മൊയ്തീൻ, NA നൌഷാദ്, അഡ്വക്കേറ്റ് PV നിവാസ്, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TO ജോയ്, സെബീന റിറ്റോ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമവാർഷികം ആചരിച്ചു. പാവർട്ടി സെന്ററിൽ നടന്ന ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. AICC അംഗം അനിൽ അക്കര അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി സിജു പാവർട്ടി, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ NK സുലൈമാൻ, ബാലചന്ദ്രൻ പൂലോത്ത്, KP വിവേകൻ, മണ്ഡലം പ്രസിഡന്റ് BV ജോയ്, മഹിളാ കോൺഗ്രസ് നേതാക്കളായ മീര ജോസ്, റുബീന കേച്ചേരി എന്നിവർ സംസാരിച്ചു. പുന്നൂർകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെഹ്റു അനുസ്മരണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PP ബാബുവിന്റെ അധ്യക്ഷതയിൽ DCC ജനറൽ സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. രാജൻ സ്വാഗതവും ടിപ്പു ആറ്റുപുറം നന്ദിയും പറഞ്ഞു. കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെഹ്റു അനുസ്മരണം നടത്തി. അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി ആധുനിക ഇന്ത്യയിൽ നെഹ്റുവിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് കോഴിക്കര അധ്യക്ഷനായി. ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി P മാധവദാസ്, P ഇബ്രാഹിംകുട്ടി മാസ്റ്റർ, മുരളി മൂത്താട്ട്, TP മണികണ്ഠൻ, പ്രദീപ് ചെറുവാശ്ശേരി, KPM ഷെരീഫ്, P രാജീവ്, EV മൊയ്തുണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,995, സ്വർണം പവന് 71,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 110 രൂപ. ചരമം ചാവക്കാട് കുരഞ്ഞൂർ കോഴിപ്പുറത്ത് കരുണാകരൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സുമതി ഭാര്യയും സുരോജൻ, സുധീർ കരുൺ, സുഭാഷ് കരുൺ എന്നിവർ മക്കളുമാണ്. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ നടക്കും. കാട്ടകമ്പാൽ സ്രായിൽ പരേതനായ ഉണ്ണി ഭാര്യ മോളി നിര്യാതയായി. 69 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് കാട്ടകമ്പാൽ മാർ ഇഗ്നാത്യോസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. വിപിൻ, ഷിബിൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. മേഖലയിൽ പരക്കെ നാശനഷ്ടം. മരങ്ങൾ വീണ് വീടുകൾ തകർന്നു. കൃഷിയിടങ്ങളിൽ നാശനഷ്ടം. കുന്നംകുളത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു. വൈദ്യുതി കമ്പികൾ പൊട്ടി. വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. പ്രാദേശിക ചാനലുകളുടെ സ്വതന്ത്ര നിലപാടുകളാണ് ജനാധിപത്യത്തിന് ഏറ്റവും പ്രധാനമെന്ന് ഡോക്ടർ TM തോമസ് ഐസക്. കുന്നംകുളം പ്രസ് ക്ലബിന്റെ മികച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കുള്ള സംസ്ഥാന പുരസ്കാര വിതരണം തോമസ് ഐസക് നിർവഹിച്ചു. കടങ്ങോട് കൈക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട ഗുഡ്സ് വാഹനം ഇടിച്ച് ചായക്കട തകർന്നു. കടങ്ങോട് പൂവത്തിങ്കൽ സുജാതയുടെ ചായക്കടയാണ് തകർന്നത്. ജനവിരുദ്ധമായ പ്രവർത്തനത്തിന്റെ രക്തസാക്ഷിയാണ് അണ്ടത്തോട് പെരിയമ്പലം ബീച്ച് എന്ന് NK അക്ബർ MLA. രാഷ്ട്രീയ വിരോധം ജനങ്ങളോടുള്ള വിരോധമായി മാറരുത്. കടലേറ്റം രൂക്ഷമായ അണ്ടത്തോട് പെരിയമ്പലം ബീച്ച് MLA സന്ദർശിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.